അപ്പോൾ ഗൈസ് നമ്മളുടെ 3rd ഡേ ഓഫ് മാൽദീവ്സ് ആണ്. അപ്പോൾ ഇന്നാണ് നമ്മളുടെ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ ഏകദേശം 8:45 പോയി ഫുഡ് കഴിച്ച് നമുക്ക് ഫസ്റ്റ് സ്നോക്ലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ക്യാമറ, നമ്മുടെ ഗോപ്രോ അല്ല സോറി നമ്മളുടെ DJI മിനി ഇത് വാട്ടർ പ്രൂഫ് അല്ല, സോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് പറ്റിയ ഐഫോണിലായിരിക്കും എടുക്കുക. പിന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അവർ ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. മാക്സിമം പറ്റണത്ര ഞാൻ എടുക്കാം. ബൊഫേ ആണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സ്നോക്ലിങ്ങിന് പോകാൻ മുന്നേ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തരും. You get mask. ഈ സാമാനം ഇട്ടിട്ട് എന്താ കിട്ടുമോ? ഗുഡ് സ്വിമ്മിങ് അറിയോ, ഗുഡ് ബ്രീത്തിങ് അറിയോ എന്ന് പറഞ്ഞ ഈ സാധനം എൻ്റെ തന്നു. ഞാൻ ഇട്ടിട്ട് എങ്ങനെ നോക്കാം. Snorkeling time. ഇവിടെ കുറേ പേര് സ്നോക്ലിംഗ് ചെയ്തു. ഇന്നത്തെ ഡേ അണ്ടർ വാട്ടർ വീഡിയോസിന് ബെസ്റ്റാന്നാ പറയണത്. സ്നോക്ലിംഗ് നല്ല ബ്ലൂ. So this is our first point snorkeling Biadori. This is the private island, so we are snorkeling in the deep area. We have lot of fish, lot of varieties fish, so we are take couple by couple videos and photos, and after that you understand good swimming, good breathing, you slow swim in this area, no problem. But don't go in the reef area, don't standing to the reef rock inside. പല്ല് കടിക്കും, പല്ല് ഇതിൽ കടിക്കും. അത് എടുക്കണ്ട, വായിൽ ഇങ്ങനെ ഉള്ളിൽ വെക്കി കടിച്ചോ. ഫുൾ ക്ലോസ് ആയിരിക്കണം മൗത്ത്. You understand swimming? Can come fast. I take your videos after I helping other couple because they fast time. I need to take time for them. First you can come Chinese people for after I take other people videos photos. Good luck. And so please follow me, follow our boat. After sometimes coming lot of speed boat here because we are coming early. You have to here swimming. Don't go far. Okay? ചെറിയ ടെൻഷൻ ഉണ്ട്. കറക്റ്റായിട്ട് കടിച്ചു പിടിച്ചോ, ഞാൻ റെഡി ആവട്ടെ. അപ്പൊ ഗൈസ് ലിവിൻ ചാടാൻ പോവാണ്. അതിനൊരു ഇതിട്ട് ഉള്ളിൽ പോവാൻ പറ്റില്ല. സ്നോർക്ലിംഗ്. Starting to three people is the ladder. Ladder is broken. How you go up? You are a good swimmer. You come up. Come down. 他说那个你不用非得在贴这儿待着，然后他说你可以在那个别人要从梯子这儿上来啊。侧边那边。You already done videos. Yeah, sure. This is your husband? Okay, come with me. Come. Go up, please.
Relax, okay? Slowly, slowly. Relax. Excuse me. Take breath. Don't do anything. Close breath. Because you open this, what are the inside your mouth? Just take, excuse me, go fast. I take video photo. Look down. Look at the camera. I will take your videos and photos. Look at the camera, okay? 1, 2, 3.我们一呼吸，它这水就进嘴里。എല്ലാരും വെച്ചിട്ടുണ്ട്那我再下去试一下，我再自己练一下，试一下。റെഡി? All the best, okay, bye. ഉണ്ടോ? അടിയിൽ മീൻ, മേലെ തിവിൻ പ്രഭാകരൻ. ഹലോ ഗായ്സ്. No, you finish video. Right? No. Okay. Who need to underwater type? You? ഇനി ചാടാൻ പോവാ? ദിവൻ പിന്നെയും 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 ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം? ചാടിയ വെള്ളം കൺഫേമാ. 就游一下就觉得好累啊。哎呀，不是好傻了。怎么？ കാലിലിടുന്ന സാധനം തരുമോ? സാധനം വേണമെന്ന് പറഞ്ഞു. ഇതാ എന്നാ അവിടെ എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സ്ഥലത്ത് സ്നോക്ലിങ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ റെഡി ആയിട്ട് സ്നോക്ലിങ് ചെയ്യാൻ പോണ്. റെഡി അല്ലേ? ഇഷ്ടമായോ? ഡബി റെഡി? ഇറങ്ങാൻ പോവല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് ഇറങ്ങാൻ പോവാ.
എന്റെ കൂടെ ഉണ്ടെങ്കിൽ ചാടിയ എന്നെ മുക്കി തന്നെ. എനിക്ക് നീന്താൻ അറിയില്ല ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. കടലിന്റെ അടിയൊക്കെ ഇങ്ങനെ കാണാം, നല്ല. അവർക്ക് കാണിച്ചു കൊടുക്കാൻ. യെസ്, കടലിന്റെ അടിയൊക്കെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗൈസ് നമ്മൾ ഇവിടുത്തെ സ്നോക്ലിംഗ് കഴിഞ്ഞ് ഇനി അടുത്തൊരു ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് ലഞ്ച്. അപ്പോൾ ഗൈസ് നമ്മൾ സ്നോക്ലിംഗ് കഴിഞ്ഞു. നനഞ്ഞ ഡ്രസ്സിന് ഇട്ടിട്ട് നമ്മളിപ്പോൾ കടലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോൾഫിൻ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകും. ദൂരം അവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വഴിക്ക് ബോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഡോൾഫിൻസ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഗൈസ് ഡോൾഫിൻ കണ്ടു ഇവിടെ എവിടെയോ. ഡോൾഫിൻ ഉണ്ട്. അതോ ഡോൾഫിൻ. ഓ ഒന്നൊരു കുറേ ഡോൾഫിൻസ് ഉണ്ട് ഗൈസ്, കണ്ടോ? ഹായ് പറ. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ടു ബുൽഫി. എന്ത് ബീച്ചാ? ചൈനയിലുള്ളവരൊക്കെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ചു. നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല, ഒന്നുമില്ല. വെയിലുണ്ട്, നമ്മൾ ബീച്ച് കാണാൻ നടക്കുക. അവരെല്ലാം അവർ ഫുൾ സെറ്റായിട്ട് വന്നിരിക്കുന്നു അല്ലേ? ഐ ലവ് അവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. എവിടെന്നെങ്കിലും ആയിരിക്കും. ബിക്കിനി ബീച്ച്, ഡൽഹി. ബിക്കിനി ബീച്ച്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ബിക്കിനി ഇടണം. ശരിക്കും ബിക്കിനി കേറിക്കോ? ആ അങ്ങനെ 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 തന്നെ കേറിക്കോ. അപ്പോൾ ഗൈസ് ചിഞ്ചിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറിയിരിക്കുകയാണ്. ഞാൻ സിമ്പിളായിട്ട് കയറും.
സിമ്പിളായിട്ട് കയറണത് കാണട്ടെ കേട്ടോ. അതാ കണ്ട സ്ഥലം. ആടാനൊന്നും പറ്റില്ല, എങ്ങനെ ഇരിക്കാനേ പറ്റൂ. തുലാഭാരം തൂക്കണ പോലെ. ഇതുണ്ടോ, ഇതാണ് ബിക്കിനി ബീച്ച്. ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും ഇത്ര ചൂട് തോന്നുന്നു. നല്ല രസമുണ്ട്. കുഞ്ഞാലിന്ന് ഇറങ്ങാൻ പോവാണ്. കേറാൻ നല്ല പണിയില്ല, ഇറങ്ങാൻ ഇറങ്ങി ചാടിക്കോ, ചാടിക്കോ. എങ്ങനെയുണ്ട്? സൂപ്പർ, ഭയങ്കര നല്ല സ്ഥലം. അത് കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കണ്ട് ഇവിടെ അത് ഇതാ വെള്ളത്തിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട്. ഇതിന്റെ നടുവിലാണ് കേട്ടോ സ്വിമ്മിംഗ് ഉള്ളത്. ഇതാ അവിടെ ഫുൾ കപ്പിൾസ് ഫോട്ടോ എടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചെത്തി, ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും ബോട്ടിൽ കയറാൻ പോവാ. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. ശരിപ്പോൾ എടുത്തോ. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് പാരാസെയിലിംഗ്. അപ്പോൾ സമയം ഏകദേശം 3:10 അപ്പോൾ പാരസെല്ലിംഗ്, അത് കഴിഞ്ഞിട്ട് ജെറ്റ് സ്കീ, അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ്. സോ ആഗ്രഹമുണ്ടോ പറക്കാൻ? അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല, പാരഷൂട്ടിലൊന്നും പോയിട്ടില്ല. അപ്പോൾ പോകണം. 3 മണിൻ്റെ വെയിൽ അത്യാവശ്യം കുറഞ്ഞില്ലേ? 3 മണിൻ്റെ വെയിൽ കൊള്ളാൻ വലിയ വിഷയമില്ല, പക്ഷേ 12-1 മണിൻ്റെ വെയിൽ ചീന മോനെ. അപ്പോൾ ഗൈസ് നമ്മുടെ പാരഷൂട്ട് റെഡിയായി. റെഡിയല്ലേ? പറന്നു ഗായ്സ്, അങ്ങനെ സീനാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇവിടെ പീസാണല്ലോ ഗൈസ്. ഞങ്ങൾ പറന്നു, എന്ത് ഭംഗിയല്ലേ. നമ്മള് കടലിന്റെ അടുത്തുള്ള അത്ര നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ മുകളില്. ഇവിടെ പീസാണ്. ഓ എന്താ ഭംഗി ഗൈസ്, നിങ്ങൾ കാണിച്ചു തരാം. ഇതേ പോണ് നമ്മളുടെ ബോട്ട്, ഇതേ ചിഞ്ചുരു. എന്താണ് അടിപൊളി. ഈ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്നും രക്ഷയില്ല കേട്ടോ, കടല്.
എല്ലാവരും നമ്മൾ മാലദ്വീപ്സ് വരുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണോ ഈ സാധനം ഉള്ളത് അത് ചെയ്യണം കേട്ടോ, ചെയ്യണം. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഈ ഫീല് പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല സ്മൂത്ത് സീനാണ് ഗൈസ്. പേടിയൊന്നും ഇല്ലാത്തവർ അല്ല, പേടിയുള്ളവരാണെങ്കിലും സേഫ്റ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. എന്തായാലും അടിപൊളി. നോക്കി, ഞാൻ ഇത്ര മുകളിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ടെൻഷനില്ലാണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും കേരളം നിൽക്കണ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഇത് മൂവ് ചെയ്യണമെന്നൊന്നും അറിയണില്ലല്ലോ. നമ്മൾ ഏകദേശം ഇറങ്ങി ബോട്ടിൻ്റെ അടുത്തെത്താനായി. ഇതാ നമ്മളുടെ ബോട്ട്. നമ്മളെത്തി ഇപ്പോൾ ബോട്ടിൻ്റെ അടുത്തെത്തും. Stand up. സിന്ദു ഇറങ്ങി. താങ്ക് യു ഗായ്സ്. നമ്മളങ്ങനെ പാരാസെല്ലിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? അടിപൊളി. വെറും തുണി പോലെയുള്ള ഒരു സാധനമാണ് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മള് തിരിച്ച് കരയെത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ജെറ്റ് സ്കൈ ആണ്. ആ സ്പീഡിൽ പോണ ബൈക്കില്ലേ? കുഴപ്പമില്ല. അപ്പൊ ഗായ്സ് നമ്മള് എന്താണ് ആക്ടിവിറ്റീസിന്റെ ഇതിന്റെ പേരെന്താ? ഫൺ ട്യൂബ്. To go faster, you can give me this side. If you want to slow down, you can give me this side. And if you want to stop and come back before the time is up, you can give me this side. Hi guys. അപ്പോൾ ഗായ്സ് നമ്മള് ഫൺ ട്യൂബിൽ പോകാൻ പോവാണ്. ഫൺ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ ഫ്രണ്ടിൽ ഈ സാധനം ഓടിക്കും, ബാക്കിൽ ഞങ്ങൾ ട്യൂബിലിങ്ങനെ ഇരുന്ന് back camera kan. Ya, bagus gitu. Yeah!
കുറച്ച് സ്പീഡ് പോലെ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. അതിന് ചാട്ടം അതൊക്കെ. അടിപൊളി. ഞാൻ നനയെന്ന് വിചാരിച്ചത് ഇതിൽ പോണ്ടെന്ന് വിചാരിച്ചാണ്. All good, super, awesome. അടുത്ത ആക്ടിവിറ്റി ജെറ്റ് സ്കൈ. ജെറ്റ് സ്കൈ എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ ഈ സാധനം ഓടിക്കും, നമ്മള് ബാക്കിലിരിക്കും. പാരസെല്ലിങ്ങും അല്ല, ഫസ്റ്റ് ഫൺ ട്യൂബ് ഫസ്റ്റ്, സെക്കൻഡ് പാരസെൽ. കാറ്റുള്ള ഇരിക്കുകയാണോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടി പോവാണ്. ഗൈസ്, കാൻഡിൽ ലൈറ്റൊക്കെ റെഡി ആയിട്ട് ബീച്ചിൽ 1 2 3 4 5 6 ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ മാലദ്വീപ്സിലെ ലാസ്റ്റ് ഡിന്നറാണ് കേട്ടോ. നമുക്ക് രണ്ടാൾക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ രണ്ടുപേരും വീഡിയോ എടുക്കുന്ന കാൻഡിൽ ലൈറ്റ് ഡിന്നർ വന്നിട്ട് ഒറ്റയ്ക്ക് ഡിന്നർ തിന്നുന്ന ഭർത്താവിനെ കണ്ടു. നമ്മളുടെ മാലദ്വീപ്സ് ആൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 8:30 ചെക്കൗട്ട് ചെയ്യണം. 12 മണിക്ക് 9 മണിക്ക് ബോട്ട് വരും, 12 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ മിസ് ചെയ്യില്ലേ നമ്മൾ ശരിക്കും? വയ്യ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മാലദ്വീപ്സിലെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നാളെ നമ്മൾ നാട്ടിലായിരിക്കും. അപ്പോൾ കഴിച്ചിട്ട് പോവല്ലേ? മാൽഡീവ്സിൽ മുണ്ടും ഷർട്ടിട്ട് നടക്കുന്ന ദിവ്യൻ പ്രഭാകരനെ കണ്ടു നിങ്ങൾ.
ഇവിടെ ആരും മുണ്ടെടുക്കാറില്ല. അപ്പോൾ ഗൈസ് നമ്മളുടെ മാലദ്വീപ്സ് ട്രിപ്പ് ആൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ട്രിപ്പ് അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തന്ന ദ ടൂറിസ്റ്റ് 360 എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിക്ക് ഒരുപാട് താങ്ക്സ്. നല്ല അടിപൊളി സർവീസായിരുന്നു അവരുടെ. നമ്മളുടെ ഒരു കാര്യത്തിൽ ഒരു കുറവ് വരുത്താണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് സെറ്റായി 4 ഡേയ്സും 3 നൈറ്റും അടിപൊളിയാക്കി തന്ന അവരാണ്. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഒരു മാലദ്വീപ്സ്, പ്രത്യേകിച്ച് അവർക്ക് മാലദ്വീപ്സിലാണ് ബെസ്റ്റ് ഉള്ളത്. മാലദ്വീപ്സിലേക്ക് വരികയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് വന്നവർക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. നമ്മൾ എയർപോർട്ട് റീച്ച് ആയിരിക്കുകയാണ്. നമ്മളപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന സ്ഥലമെത്തി. അപ്പോൾ ഗൈസ് നമ്മളുടെ ടൂറ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത ആൾ നമ്മുടെ കൂടെ ഉണ്ട്. ടൂറിസ്റ്റ് 365. അപ്പോൾ ഈ ബ്രോ ആണ് നമുക്ക് 360 സോറി ഈ ബ്രോ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങളുടെ പാക്കേജ് நமக்கு ஸ்டார்டிங் பார்த்தீங்கன்னா 19,500 பேக்கேஜ் இருக்குது. அப்போ பேஸ்டான உங்கள் ப்ரிஃபரன்ஸ்க்கு ஏற்ற மாதிரி நம்ம கஸ்டமைஸ் பண்ணிக்கலாம். ஹனிமூன் ஆகட்டும், நீங்கள் ஒரு டெஸ்டினேஷன் வெட்டிங் பண்ணுறீங்கனாலும் கூட நம்ம இங்கே அரேஞ்ச் பண்ணிக்கலாம். அது போக ப்ரைவேட் ரெசார்ட்ஸ்லேயே உங்களுக்கு ஸ்டே பண்ணணும்னாலும் நம்மகிட்ட லோ பட்ஜெட் டு ஹை பட்ஜெட் எல்லா ரெசார்ட்ஸ்லேயும் அவைலபிளாக இருக்குது. இன்னும் ரொம்ப லோ பட்ஜெட்டில் நீங்கள் போகனாலும் பாபுஷ் ஐலாண்டில் விற்க வாட்டர் ஸ்போர்ட்ஸ் இதெல்லாம் சேர்த்துமே நம்மகிட்ட ஆல் டைப் ஆஃப் பேக்கேஜஸ் வி ஹேவ். இஃப் யூ ஹனிமூனுக்கு வரீங்கனாலும் ஓகே, இல்லை ஃபேமிலியாக வரீங்கனாலும் ஓகே, ஃப்ரெண்ட்ஸ் கெட் டுகெதர் எவ்ரி திங் மால்தீவ்ஸில் பக்காவாக அரேஞ்ச் பண்ணி கொடுத்துருலாம். നിവിൻ പ്രഭാകരൻ സബ്സ്ക്രൈബേഴ്സ് വി വിൽ ഗിവ് സം സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ടോ എങ്ങനെയെങ്കിലും ആളെ കോൺടാക്ട് ചെയ്ത് എൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു തരും. നമ്മൾ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വേണ്ടവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി, നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. മാൽദീവ്സ് மட்டுமில்ல, ബാലി, ദുബായ്, തായ്ലാൻഡ്, ശ്രീലങ്ക, എനിവേർ യു ക്യാൻ കോൺടാക്ട് അവർ കമ്പനി. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ മാൽദീവ്സ് എയർപോർട്ടിലെ നെയിം ബോർഡ്. അപ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ട്രിപ്പ്. അടിപൊളി. നിങ്ങളെല്ലാവരും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ മാൽദീവ്സ് തന്നെ എടുത്തോ. ഈ ഒരു എക്സ്പീരിയൻസ് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. വേറെ എവിടെ ലക്ഷറി ബഡ്ജറ്റ് ആണെങ്കിൽ ലക്ഷറി, അല്ല നോർമൽ ബഡ്ജറ്റ് ആണെങ്കിൽ അത് എല്ലാം അവൈലബിൾ ആണ്. ഏതെടുത്താലും പൊളിയായിരിക്കും. No, bye bye. Thank you for all. അപ്പോൾ ഗൈസ്, നമ്മളുടെ ലഗേജൊക്കെ കൊടുത്തുവിട്ട് ഞങ്ങൾ ഗേറ്റ് 3യിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞു എല്ലാം. വെരി ഹാപ്പി ട്രിപ്പായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി ട്രിപ്പ്. മദ്യപിക്കുന്നവർക്കായി ഐ വോണ്ട് സപ്പോർട്ട് ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ്, ബട്ട് ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ. കുറേ ബ്രാൻഡുകളുടെ കുപ്പി. ബോംബെ സഫയർ $60. എല്ലാം ബോംബെ സഫയർ. ഇത് ഫുള്ള് ജോണി വാക്കർ. ഇത് റോബർട്ട് കവല്ലി. ഡെവാസ്. ചുങ്കാവ. The Botanist. Champagne. Valentine's.
വിസ്കി, ജാക്ക് ഡാനിയൽസ്, ജോണി വാക്കർ, അങ്ങനെ കുറേ കുപ്പികൾ. എന്താ ചിഞ്ചൊരു പർച്ചേസ് ആണോ? ബോർഡിങ്ങിന് ടൈമായി, വിളിച്ചു, അനൗൺസ് ചെയ്തു. ഗൈസ്, നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മാലിദ്വീപ്സ് ഹണിമൂൺ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ക്ലിപ്പാണിത്. സോ എനിക്കൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും റീൽസിൽ കൂടെയും ഇൻസ്റ്റാഗ്രാം ഷോർട്സിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഹെയർവെൽ ഹെർബൽ ഹെയർ ഓയിൽ. എൻ്റെ ഓൺ ബ്രാൻഡിൽ നമ്മൾ 100% നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ ഹെയർ ഓയിലാണ്. ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. സോ ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും, ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യും, പിന്നെ ഓവറോൾ ഹെയർ നറിഷ്മെൻറ്റ്, പിന്നെ മുടി കൊഴിച്ചുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യും. അങ്ങനെ എല്ലാ ഗുണമുള്ള ഒരു ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഉള്ള ഒരു സാധനമാണ് ഇത്. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ബോക്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഷോർട്സും വീഡിയോസും കണ്ടവർക്ക് അതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസും ഡീറ്റെയിൽസും ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും എല്ലാം ഞാൻ ഇടാം. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളവർ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പറും കൊടുക്കാം, വെബ്സൈറ്റും കൊടുക്കാം. ഇതിൻ്റെ കോസ്റ്റ് പറയണത് 349 റുപ്പീസാണ്, ഇൻക്ലൂഡിങ് ഓൾ ഇന്ത്യ ഡെലിവറി ചാർജ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. പിന്നെ മെയിനായിട്ട് ഇതിൽ ലാവൻഡർ ഓയിലും റോസ്മേരി ഓയിലും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാ എല്ലാ നാച്ചുറൽ ഹെയർ ഓയിൽ പോലെയല്ല. ഇത് എന്താ പറയുക, ഇത്രയും ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഓയിലാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. നിങ്ങൾ അതിൻ്റെ എത്ര ml ഓരോ സാധനങ്ങളും ഇടുന്നുള്ള എല്ലാ കാര്യവും നമ്മളുടെ വീഡിയോയിലുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഗുഡ് റിസൾട്ട്സ് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സായി, കൂടുതൽ റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സാണ്. വാങ്ങിച്ചവർ എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്രൊമോഷനായിട്ടൊന്നും കണക്കാക്കണം, എൻ്റെ ഓൺ ബ്രാൻഡാണ്. സോ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.